ഇവിടെയാണ് 6 ഏപ്രിൽ 2024. നമ്മൾ ഇന്ന് നോമ്പുറക്കാൻ ഏത് പള്ളിയാണെന്നറിയാം. സലാദീൻ ഇസ്ലാമിക് സെൻറ്റർ എന്ന് പറഞ്ഞ പള്ളിയിലേക്കാണ് പോവുക. ഇനി നോമ്പ് അധിക ദിവസമല്ലല്ലോ, ചിലപ്പം വരുന്ന ബുധനാഴ്ച നോമ്പാവും. അപ്പോൾ അതുകൊണ്ട് വേറൊരു പള്ളിയിൽ നോമ്പുതുറ ട്രൈ ചെയ്യുകയാണ് നമ്മൾ. ഇത് ഓട്ടോമാറ്റിക് ലൈറ്റായിട്ട് അത് ഓഫായിക്കോളും. അതിന്ന് നമ്മൾ ലോക്ക് ചെയ്തില്ല. വെയിറ്റ്, ഡോർ ലോക്ക് ചെയ്തില്ല, ലോക്ക് ചെയ്ത് പോകാം. അൻപത്തൊന്നിനാണ് ബാങ്ക്, അവിടെ 46 കാണിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ്, കമോൺ ഡൂഡ്. കെന്നഡി അതാണ് ചില സമയത്ത് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് നോക്കുമ്പോൾ ഫോൺ സ്റ്റക്കാവോ അല്ലെങ്കിൽ ലോഡാവാതിരിക്കുക. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. Do it fast. ഇല്ല നോക്കിയാൽ ഓടാ വന്ന ടൈം പള്ളിയിലേക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് മാറി ഫസ്റ്റ് ടൈമിൽ പോയതാണ്. ഭയങ്കര റോഡാണ്. കാറ്റുണ്ടല്ലേ. മിനിറ്റായോ നമ്മൾ ഇങ്ങോട്ടേക്ക് പോകേണ്ടത്? ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് എന്നോടേണ്ടത്. വെറുതെ നമ്മളെ ടൈം വെറുതെ കണ്ടില്ലേ, ആ മാപ്പ് കൊണ്ട് 2 മിനിറ്റ് വെറുതെ പോയി. ദൂരം നമ്മൾ വെറുതെ ചവിട്ടിപ്പിച്ച്
കിലോമീറ്റർ ആണെന്നറിയാം. 2.5 കിലോമീറ്ററാണ് ഇപ്പോൾ നമ്മൾ ഓഫീസിലേക്ക് വിടുന്ന 5 കിലോമീറ്റർ. 2.5. ബ്രേക്കില്ല, അതുകൊണ്ട് സൂക്ഷിക്കണം. നല്ല കുപ്പിച്ചില് പൊട്ടിച്ചിട്ടാണല്ലോ. ഫോൺ വീണ് പോയി ഗൈസ്. സൈക്കിൾ പോകും. വീണ്ടും അത് കൈയടിച്ച് പോയാണ്. ഇങ്ങനെയൊക്കെയാണ്. ഇഷ്ടംപോലെ വണ്ടികൾ വരുന്നല്ലോ. ക്രോസ് ചെയ്താൽ പാലം കയറി ഇറങ്ങുന്ന നിങ്ങൾക്ക് ഫെമിലിയറായ റോഡായിരിക്കും. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് വ്യത്യസ്ത ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് വണ്ടി എടുക്കാൻ നിൽക്കുക. GMC. ഈ GMC ഞാൻ ഖത്തറിൽ പോയ ആദ്യ കാലങ്ങളിൽ, അതായത് 2013 കൂടുതൽ GMC ആയിരുന്നു. 2013 12 കേട്ടോ. പിന്നെ അതിനുശേഷം അവിടെ 6 മാസം കഴിഞ്ഞപ്പോൾ GMC മൊത്തം പോയി ലാൻഡ് ക്രൂസറായി ടൊയോട്ട. അതുപോലുള്ള വണ്ടിയായിരുന്നു. നമ്മളെ സ്പീഡ് കൊണ്ട് 1 മിനിറ്റിൽ ആവശ്യിക്കുന്നു. ഉദ്ദേശിച്ച ഇതാണെങ്കിൽ ടൈം ലാഭിക്കുന്നില്ല. 6 മിനിറ്റും കൂടെ. അല്ലെങ്കിൽ ഇന്നത്തെ നോമ്പുത്ര പോയി. ടോട്ടലൊരു 10 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ പള്ളിയിൽ നോമ്പ് തുറക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടിയായിട്ട് ഇന്നലെ വീട്ടിൽ നിന്ന് തുറന്ന്
നമ്മൾ സാധാരണ റൈറ്റിലേക്കാണ് പോകാറുള്ളത്, പക്ഷെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പുതിയ വഴി. പുതിയ റൂട്ട് പഠിക്കുന്നു ആവല്ല. അല്ല, ബ്രേക്കില്ല, ഇത് റിസ്ക്കാണ്. അങ്ങോട്ടല്ല കേട്ടോ വേണ്ടത്, അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പക്ഷേ ബ്രേക്കില്ലാത്തതുകൊണ്ട് നമ്മൾ സേഫായിട്ട് ഇങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ ഇവിടെ ചെന്ന് ഇടിക്കും. ഓക്കെ, 1 കിലോമീറ്റർ, പിന്നെ അര കിലോമീറ്റർ കൂടെ. ഓയിലെടുക്കണം. ആ കാണുന്ന വഴി ഗോ ട്രെയിൻ്റെ ആണ്. ഓ, വെള്ളം. ചളിയാവല്ലേ. ഇവിടെ ഇങ്ങനെ വെള്ളം വരുന്നേ. ടൈമിൻ്റെ വാല്യൂ ഇപ്പോഴല്ല മനസ്സിലാവല്. കണ്ടില്ല അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റ്. നമ്മളെ മലപ്പുറത്തൊക്കെ ഞാൻ ആദ്യത്തെ ഇലക്ട്രിക് പോസ്റ്റ് കാണുന്ന കൊണ്ടോട്ടിന്ന് മൂത്തുമൻ്റെ ആ ഭാഗത്ത് കുന്നുമിലാക്കൽ എന്ന് പറയും. അവിടെ ഇതേപോലെ വലുതുണ്ടായിരുന്നു. എനിക്ക് ക്യൂരിയോസിറ്റി ആയി, എന്താണ് ഇത്ര വലുതെന്ന്. അപ്പം അന്ന് കിട്ടിയ മറുപടി ദൂരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത്ര വലുതെന്ന്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമ്മളിവിടെ ചെന്നിട്ട് നോക്കാം. ടൈം 48. 4 മിനിറ്റാണ് കാണിക്കുന്നത്. ബ്രേക്കില്ലാത്തതുകൊണ്ട് അധികം ഫാസ്റ്റിൽ റോട്ടിൽ കൂടെ പോയാലും പ്രശ്നമാണ്. ഒരു സിഗ്നൽ കടന്നാണ് പോയെ. ആ സിഗ്നൽ പണി മുടക്കിയാലേ അതും പറ്റും. പണി മുടക്കിയാലല്ല. ഇവിടെ എല്ലാ കാറിന് ലൈറ്റ് ടേൺ ഓൺ ചെയ്യും, മീൻസ് ഓണാവും പകലാണെങ്കിലും. അത് കണ്ടിട്ടാവും നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി കൊണ്ടുവന്നുണ്ടാവും അല്ലേ. നല്ലൊന്നും കൊണ്ടില്ല. ഓ, ഇത് ബേഡയാ. അതോട് ഇവിടെ മരം മുറിക്കാതെ മരം സംരക്ഷിച്ചൊക്കെ ഒന്ന് കണ്ടുപഠിക്കാൻ പറയും. ചാടാം. അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് പോയിട്ട് എങ്ങനെ ലെഫ്റ്റ് പോയിട്ട് അവിടെ ഉള്ളതാണ് പറയാറ്. നാച്ചുറൽ ബ്രേക്ക് ഇടണം.
മഴയാണ് കാണിക്കണേ. എങ്ങനെ കാണിക്കുന്ന ഒരു ഐഡിയ ഇല്ലല്ലോ. ഒരു ഐഡിയയും കിട്ടുന്നില്ല വഴി. വലിയ ടൈം കവർന്നിട്ടുണ്ട്. അങ്ങോട്ടേക്കാണോ? പക്ഷെ ഒന്നും മനസ്സിലാവില്ല. നമ്മൾ പെട്ടു ഗൈസ്, പെട്ടു. ഇവിടെ നിന്നിരുന്നു അതിലൂടെയാണ് കയറേണ്ടില്ലെന്ന് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ എവിടെ സംഗതി? ഇവിടെ എവിടെയാണ് സംഗതി? ഇവിടെ പോയപ്പോൾ ഇതാണ് സംഗതി. നമ്മളെ ഗൂഗിൾ മാപ്പ് മൊത്തം തലയിരിച്ചാണ്. അവിടുന്ന് ലെഫ്റ്റ് കിട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഈ ട്രെയിൻ ഇത് ഡേഞ്ചർ കേട്ടോ. ശ്രദ്ധിക്കാതെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ല, ഇവിടെ ഒരു പാലം, ഇവിടെ ഒന്നും ക്രോസിങ്ങിന് ബ്ലോക്ക് ചെയ്യാനൊന്നുമില്ല. ട്രെയിൻ പെട്ടെന്ന് വന്നാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇഫ്താർ കഴിഞ്ഞു. വ്യത്യസ്തമായ ഇഫ്താറായിരുന്നു. കാരണം ഇത് സുഡാനിയുള്ള പള്ളിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം ഇത് ഞാൻ ഇവിടെ ഫസ്റ്റ് വന്നത് ഇവിടുന്ന് അടുത്താട്ടോ, ഒരു 10 മിനിറ്റ് പോകാനേ ഉള്ളൂ. ഈ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞിട്ട് അപ്പുറത്ത് കാണുന്നതാണ് പള്ളി. അവിടെ കിട്ടുമെന്നുള്ള ഇതാ കാണുന്ന ബിൽഡിങ്ങാണ്. ഞാൻ ഇവിടെ വന്ന സമയം, അതായത് ഫസ്റ്റ് മിൽട്ടണിലായിരുന്നു 2 ആഴ്ച. വന്ന ഉടനെ തന്നെ കണ്ടില്ല, അതാ പള്ളി. പിന്നെ അതിന് ശേഷം റൂം തപ്പി ഇവിടെ സ്കാർബ്രോ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ടൊറൻറ്റോൻ്റെ ഉള്ളിൽ തന്നെയാണ്, ഡൗൺ ടൗൺ എന്ന് പറയുന്ന പോലെ ഒരു സ്ഥലമാണ് സ്കാർബ്രോ. അപ്പോൾ ഫസ്റ്റ് വെള്ളിയാഴ്ച എവിടെ പള്ളി എന്നുള്ളത് ടൈമും അറിയില്ല. അപ്പോൾ ഞങ്ങളടുത്ത് മുസ്ലിം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൂടെ ചോദിച്ചാൽ, മലയാളി മുസ്ലിമിലൂടെ ചോദിച്ചപ്പോൾ ഇന്നൊരാൾ വന്ന് പിക്ക് ചെയ്തു. ഒരാളായിട്ട് ഇപ്പം ഭയങ്കര കൂട്ടാണ്. അതാണ് നബീൽക്ക എന്ന് പറയുന്നത്. അങ്ങനെ പരിചയപ്പെട്ടപ്പോൾ വൈഫിൻ്റെ താത്ത സിംഗപ്പൂരിലുള്ള അവരൊക്കെ അറിയാം. അവർ സിംഗപ്പൂരായിരുന്നു ആദ്യം. അപ്പോൾ ഞാൻ അങ്ങനെ അത്ഭുതപ്പെട്ടു. ഓരോരുത്തർ വരുന്ന ആൾക്കാരെ അങ്ങനെ ഓരോ കണക്ഷനായി വരുന്നത്. അങ്ങനെ പല കണക്ഷനും ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ വരുന്ന വഴിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കൺഫ്യൂഷനായി പോയ സ്ഥലമാണ്. ഇവിടുത്തെ ഗൂഗിൾ മാപ്പ് നമ്മളെ കൺഫ്യൂഷനാക്കി. അതുകൊണ്ട് നേരം വൈകി, 3-4 മിനിറ്റ് വൈകി. അപ്പോഴത്തേക്ക് അവിടുത്തെ ഇഫ്താർ കഴിഞ്ഞ് അപ്പോഴത്തേക്ക് അവിടുന്ന് വെള്ളം കുടിച്ച് അങ്ങനെ നിസ്കരിച്ച് കയറി. അതിന് ശേഷം ഫുഡും കഴിച്ചു. ഫുഡിൻ്റെ ഫോട്ടോ, ഓരോ സ്ഥലം ഒരു വ്യത്യസ്തമായതല്ലേ. അപ്പം ബാങ്ക് 7:51 കേട്ടോ. അപ്പോൾ 8:28 നല്ല കഴിഞ്ഞിറങ്ങി. ഇനി തറാവിക്ക് പോകണം. ആ കാണുന്നുണ്ടോ ഫുഡ്? ഇതാണ്. അതിൽ കുറച്ച് ബീഫ്, ഒരു ചിക്കൻ പീസ്, പിന്നെ കുറച്ച് സലാഡ്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, ഇതിൻ്റെ റൈസിൻ്റെ. എന്നാലും പക്ക പാകമായിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ വയറധികം ഫുള്ളാവാത്ത, എന്നാലോ നമുക്ക് പോകുമ്പോൾ പറയാം ഇനി കൂടുതൽ. ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ നമ്മൾ ഇത്
ഓഫീസിലേക്ക് പോകുന്ന വഴി. ഡിഫറെൻറ്റ് റൂട്ടിൽ പോവാം കേട്ടോ. ഒരു വഴിയെന്നുള്ളൂ, ആ കാണുന്ന വഴി. ഇവിടുന്ന് 2.5 കിലോമീറ്ററും കൂടെ പോകണം. നമ്മൾ പറഞ്ഞിട്ട് എന്താ എന്തോ ഞാൻ പറഞ്ഞ് പകുതിച്ച് വിട്ടു. ആലോചിച്ച് നോക്കട്ടെ. പിന്നെ നമുക്ക് കറക്റ്റ് പാകത്തിനുള്ള ഫുഡ് വേറെ പള്ളിയിൽ, വിക്ടോറിയ പള്ളിയിൽ. ഒരു മിനിറ്റ്. ഞാൻ പറയാൻ വന്ന വിട്ടു. എന്തായാലും പാകത്തിനുള്ള ഫുഡ്. ഇതേ സമയത്ത് വിക്ടോറിയ അവിടെയുള്ള പള്ളിയിൽ ഓവർ ഫുഡ് എന്ന് പറഞ്ഞാൽ ബിരിയാണിയൊക്കെ റൈസ് കൂടുതലിട്ടിട്ട് അങ്ങനെ ഫുഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെയല്ല, അതായത് പാകം. എത്രയൊക്കെ വരുന്നത് ഇനി ഒരു 3-4 ദിവസമല്ലേ ഉള്ളൂ പള്ളിയിൽ തന്നെ ഇതാക്കാം. നമുക്ക് നേരെയും പോവാം, ലെഫ്റ്റും പോവാം. It's okay. നമ്മൾ വന്നത് ആ വഴി കൂടെ ആയിരുന്നു. ഇതിങ്ങനെ സൈക്കിൾ ഓടിച്ച് പോകുമ്പോൾ ഡിഫറെൻറ്റ് വഴികൾ അറിയാൻ പറ്റും. ഇനി ഒരു പള്ളിയിൽ കൂടെ എക്സ്പ്ലോർ ചെയ്യണം, പോയി കാണുന്നുണ്ട്. അത് കെന്നഡി സ്റ്റേഷനാണ്. കെന്നഡി സ്റ്റേഷൻ ബസ് സ്റ്റേഷന്. അവിടെ ഗോഡ് ട്രെയിനും കിട്ടും. ഗോഡ് ട്രെയിൻ കിട്ടുമെന്ന് അറിയില്ല, അധികം കണ്ടിട്ടില്ല. എങ്കിലും കിട്ടുന്നുണ്ട്, കാരണം ഇതിലൂടെ പോകുന്നതല്ലേ. സബ്വേയും ഉണ്ട്, ബസ്സും ഉണ്ട്. എല്ലാ സ്റ്റേഷനും അങ്ങനെ തന്നെ കേട്ടോ. അതായത് നമ്മളെ മലപ്പുറം ഡിപ്പോ, കോഴിക്കോട് KSRTC ഡിപ്പോ എന്ന് പറയുന്ന പോലെ ഇവിടെ പ്രൈവറ്റ് ബസ്സൊന്നും ഇല്ലല്ലോ. ഈ ഒരു സാധനമല്ലേ, കുറേ കഴിഞ്ഞാൽ ഇങ്ങനെ വേദന എടുക്കുന്ന പറഞ്ഞ കാല്. കാരണം അങ്ങനെ ജമ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ കാല് വേദന എടുക്കുന്നതാണ് പറഞ്ഞത്. 35 കിലോമീറ്റർ വരെയാണ് അത് പോകാൻ പറ്റുക. കണ്ടോ വരുന്ന 43B. ഞാനതൊരു ബസ്സിൻ്റെ നമ്പറൊന്നും പഠിച്ചില്ല കേട്ടോ, കാരണം മൊബൈൽ നോക്കിയാൽ മതിയല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ടഫ് ആകുമ്പോൾ എന്താ മൊബൈൽ സ്വിച്ച് ഓഫ് ആവുന്ന അവസ്ഥ ആകുമ്പോൾ അത് അഡ്വഞ്ചറായിട്ട് കൺസിഡർ ചെയ്യുക. എങ്കിലും നടന്നെത്താം. ഈ തണുപ്പത്തല്ല, നല്ല ക്ലൈമറ്റിൽ നടക്കണമൊക്കെ ഭയങ്കര ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനൊരു കൺട്രിയിൽ എത്തിച്ചു വരുന്നത്. ഇവിടെ ഇനി മെയ് 18 പല റെസ്ട്രിക്ഷൻസ് വരാനുണ്ട്. ഇവിടെ നിന്ന് പോകുന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. കൂടി കഴിഞ്ഞാൽ 5 വർഷം. അത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഖത്തർ ID നിലനിർത്തി പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ നാട്ടിലിപ്പോൾ എന്താ ചെയ്യുക. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം.
എടുക്കാം. ഇവിടെ ഇലക്ട്രിക് ബസ്സസും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത വർഷം ഇങ്ങനെ പോവാം. രണ്ടാളും കൂടെ ഒന്നിച്ച് പോകേണ്ടി വരും. എല്ലാ പള്ളിയിലും ലേഡീസിനുള്ള സൗകര്യമുണ്ട് കേട്ടോ. ഈ പള്ളിയിൽ കുറേ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം ഉണ്ടായിരുന്നു. അവിടെ ഇഫ്താർ ഒരാൾക്ക് 5 പൈസ ചിലവാക്കാതെ നിൽക്കാം. മീൻസ് അങ്ങനെ ജീവിച്ചു പോവാം നോമ്പിൻ്റെ സമയത്ത്. അല്ലെങ്കിൽ ഒടുക്കത്തെ എക്സ്പെൻസീവാണ് ഫുഡിനൊക്കെ. പാലിനാണെങ്കിൽ $6, 4 ലിറ്റർ പാലിന്. എല്ലാം $62 വെച്ച് കൂട്ടിക്കോളെ. റൈസ് ആണെങ്കിൽ $18, 2 കിലോ. ഇവിടെ ഒരു LB എന്നാണ് പറയല്. LB എന്ന് പറഞ്ഞാൽ 1/2 കിലോനും കുറച്ച് കുറവ്. അപ്പോൾ 4 LB എന്ന് പറഞ്ഞാൽ ഏകദേശം 2ൻ്റെ കുറച്ച് താഴെ വരും. എല്ലാം വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഇതേ സമയത്ത് പിന്നെ UK ചിലപ്പോൾ KG ആയിരിക്കും. ഇവിടെ പിന്നെ അമേരിക്കയും UK എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയല്ല എല്ലാത്തിലും. സ്പോർട്സിലാണെങ്കിൽ അവിടെ UK സോക്കർ എന്ന് പറയുന്നത് കാൽപന്ത് കളിക്ക്, അമേരിക്കയിൽ സോക്കർ എന്ന് പറയുന്നത് കൈ കൊണ്ട് കളിക്കുന്ന കളിക്ക്, അല്ല സോറി ഫുട്ബോൾ എന്ന് പറയുന്നത്. എന്നിട്ട് അമേരിക്കക്കാർ സോക്കർ എന്ന് പറയുക. എല്ലാത്തിലും അങ്ങനെ വ്യത്യാസമുണ്ട്. ക്രിക്കറ്റ് എവിടെ നിന്നാണ് വന്നത്? UK എന്ന്. അത് മറ്റേ ബേസ്ബോൾ അമേരിക്കയിലെത്തുമ്പോൾ എല്ലാത്തിൻ്റെ അഗെയിൻസ്റ്റ്. എന്നിട്ട് വലിയ സൗഹൃദം കാണിക്കുന്ന പോലെ കാണോ അറിയില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈവൻ ഇംഗ്ലീഷ് വരെ കളറ്, പ്രൊനൗൺസിയേഷൻ, ഷെഡ്യൂൾ അങ്ങനെ എഴുത്തിലും വ്യത്യാസം. പിന്നത് അവിടെ മൈൽസ് എന്നായിരിക്കും പറയുക എൻ്റെ ഡിസ്റ്റൻസിന്. അമേരിക്കയിൽ UK എന്താ പറയുക കിലോമീറ്റർ. നമ്മൾ യൂസ് ചെയ്യുന്ന അധികവും എന്താണ് UK ഇംഗ്ലീഷാണ്. നിങ്ങൾ ചിലപ്പോൾ ഞാനത് വെച്ചിട്ടൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു പ്രസൻറ്റേഷൻ രീതിയിൽ കേട്ടോ, ചെറിയൊരു വീഡിയോ. അതെന്താന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കസിനെ കാണാൻ പോയിട്ടോ. അപ്പോൾ അവരെ വൈഫിനോട് സംസാരിക്കുമ്പോൾ എന്താ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞ് കോണ്ടൻറ്റ് ക്രിയേറ്ററാന്ന് പറഞ്ഞു. കോണ്ടൻറ്റ് ക്രിയേറ്റർ. അപ്പോൾ ഞാൻ കണ്ടൻറ്റ് ക്രിയേറ്റർ അല്ലേ, നമ്മൾ പഠിക്കുന്ന കണ്ടൻറ്റ് അല്ലേ, കണ്ടൻറ്റ് ക്രിയേറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞു നോ ഇറ്റ്സ് നോട്ട് കണ്ടൻറ്റ്, ഇറ്റ്സ് കോണ്ടൻറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുറേ കാലമായി ഇങ്ങനെ കാണാം, ഒരു 4-5 വർഷമായി കുറേ ആൾക്കാർ വന്നിട്ട് ഉച്ചാരണം അങ്ങനെയല്ല ഇങ്ങനെയാന്നൊക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ആകെ ഡൗട്ടായി. അപ്പോൾ ടീച്ചേഴ്സൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് റോങ് ആയിട്ടാണോ? അങ്ങനെ ഞാൻ ഗൂഗിളിൽ, എനിക്ക് എന്ത് ഡൗട്ടൊന്നുമല്ല. അപ്പം ഗൂഗിൾ സെർച്ച് ചെയ്യും, കിട്ടുമല്ലോ നമുക്ക് ഇൻഫർമേഷന്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന UK ഇംഗ്ലീഷാണ്, നമ്മൾ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. കണ്ടൻറ്റ്, ഷെഡ്യൂൾ, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള പല വാക്കുകളും നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. പ്രൊനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യാവസ്ഥ. അല്ല അതിന് വേണ്ടിയിട്ട് കോണ്ടൻറ്റ്, ഷെഡ്യൂൾ എന്നൊന്നും പറഞ്ഞ് നടക്കണ്ട. അങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർ പറയുമ്പോൾ ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ട് തോന്നും, അവരുണ്ടാക്കി പറയാന്നുള്ള രീതിയിൽ. വണ്ടികൾ കുറേ നിർത്തിയിട്ടുണ്ടല്ലോ. ഓഹോ, എക്സ്പ്രസ് നെറ്റ്വർക്ക് 129. എത്ര വണ്ടിയാണ്? ഹൈലാൻഡ് ക്രീക്ക് 57. എന്തിടോ എക്സ്പ്രസ്സിന് എത്ര വണ്ടികളോ?
ബസ്സുകൾ നിരനിരയായിട്ട്, ഇത് ബസ് സ്റ്റോപ്പ് ഒന്നുമല്ലല്ലോ, ആൾക്കാരുണ്ട്. എക്സ്പ്രസ് ആദ്യമായിട്ട് കാണും ഇത്ര ബസ്സുകൾ നിരനിരയായിട്ട് നിൽക്കണം. ഇത് ഡബിൾ വണ്ടി അതാ, എക്സ്പ്രസ് നെറ്റ്വർക്ക്. എത്ര വണ്ടിയാണ്? 1 2 6 വണ്ടിയെങ്കിലും ഉണ്ടാവില്ല. സാധാരണ ഇങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. വൈ നമ്മളെ കല്യാണ പാർട്ടിയിലൊക്കെ വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ പോലെ. മോനെ 2 ഭാഗങ്ങളിലാണല്ലോ. ഓക്കെ, ഓണായി. ഇന്ന് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. ഫ്രഞ്ച് ഫ്രൈസ്. ഞാൻ പിന്നെ പറയാൻ മറന്നു കേട്ടോ. നബീൽക്ക് കഴിഞ്ഞ ബുധനാഴ്ച ഇഫ്താറിന് പോയപ്പോൾ ഒരു ബൾബ് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പേര് നോക്കട്ടെ. താങ്ക് യു. ഓൻ ഏഷ്യൻ, അതുകൊണ്ട് ഒന്നും പറയാത്ത. ചിലപ്പോൾ മലയാളി ആയിരിക്കും. ഓക്കെ, ആ ബൾബിൻ്റെ പേര് ഒറ്റ ഞാൻ പറഞ്ഞുതരാം. ഒരു വായിക്കൊള്ളാൻ കിട്ടാത്ത പേരാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ പ്രത്യേകത ഇതാ, ഇത് കണ്ടില്ലേ? SYLVANIS സ്മാർട്ട് പ്ലസ്. അതിൻ്റെ കൂടെ എന്താ പറഞ്ഞാൽ ആ ഒരു ബോക്സിൽ 4 എണ്ണം വരിക. നമ്മളെ റൂമിൽ ഒരു ബൾബ് അതിന് 2 ദിവസം മുമ്പ് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു, ഒരു ബൾബ് കേട്ടോ. പക്ഷെ മറ്റുള്ള 2 ഓരോന്നും ഇതുണ്ട്. ശരിക്കും 4 ബൾബാണ് ഉണ്ടാവട്ടെ. അപ്പോൾ അങ്ങനെ ബൾബ് വാങ്ങിയിട്ടുണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു. ആ സമയത്താണ് മൂപ്പർ തന്നത്. അത് ഗുണം എന്താ പറഞ്ഞാൽ നമുക്ക് ഫോണിൽ കണക്ട് ചെയ്യാം, വൈഫൈ കണക്ട് ചെയ്തിട്ട് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും, ഓഫാക്കാൻ പറ്റും. ഗൂഗിളിനോട് ടേൺ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ 4 ബൾബ് ഓഫ് ആവും. ഇനിയിപ്പോൾ ടേൺ 2 ലൈറ്റ് എന്ന് പറഞ്ഞാൽ, അതായത് ഞാനിപ്പോൾ സെറ്റ് ചെയ്തത് ലോങ് 1 ലോങ് 2 നിയർ 1 നിയർ 2 എന്നാണ്. അപ്പോൾ ടേൺ ഓൺ ലോങ് 1 എന്ന് പറഞ്ഞാൽ അത് ഓൺ ആവും. മനസ്സിലായില്ലേ? അതേപോലെ നമുക്ക് കുറച്ച് വെക്കാം, ബ്രൈറ്റ്നസ് കുറച്ച് വെക്കാം. താങ്ക് യു നബിൽക്ക. ഏതായാലും ഉപകാരത്തിൽപ്പെട്ട്. പിന്നെ അവിടെ സെറ്റ് ചെയ്യേണ്ട വേറെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ സിഗ്നൽ വീക്കായിട്ട് ചിലപ്പോൾ തോന്നാറുണ്ട്. അപ്പോൾ അതിന് എക്സ്റ്റൻഡർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. ഇത് ഓൾറെഡി ഖത്തറിനുള്ളൊരു എക്സ്റ്റൻഡർ ഉണ്ടായിരുന്നു, അത് വീട്ടിലുണ്ടായിരുന്നേ. പക്ഷേ ഞാൻ മറന്നിട്ട് വേറെ ഓർഡർ ചെയ്താൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. തിരിച്ചെടുക്കാൻ നോക്കിയപ്പോൾ ഒരു ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓരോ പറഞ്ഞ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ തിരിച്ചു കൊടുക്കുള്ളൂ. അപ്പോഴത്തെ കയ്യിൽ കുടുങ്ങിപ്പോയി. ആക്സെപ്റ്റ് ചെയ്യാതിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ ചിന്താണ്ട് പോയില്ല സത്യം പറഞ്ഞാൽ. നമുക്ക് വേറെ റൂട്ടിലൂടെ വരികയെന്ന് വെച്ചാൽ അധികം ഇരുടായതുകൊണ്ട് ആ റൂട്ടിലേക്ക് എടുക്കാതിരുന്നാണ്. ചെറിയ തണുപ്പുണ്ട് കേട്ടോ. ഡിഗ്രി എത്ര നോക്കണം. ഈ ബ്രേക്കും ഇതൊക്കെ നന്നാക്കാണ്ട്, ബ്രേക്കും ഓയിലും ഇടാണ്ട്. 12 ഡിഗ്രി ആണല്ലോ. അല്ല, ഒരു 5 മണിക്കാണ് 12 ഡിഗ്രി. ഒരു 6 ഉണ്ടാവും. നോക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. 9 ഡിഗ്രി. എൻ്റെ മൈൻഡിൽ ഇപ്പോഴും 1 ഡിഗ്രി ആണെങ്കിൽ ആ തണുപ്പ് വരിക. അതാണ് ചെറിയ കാറ്റുള്ളതുകൊണ്ട് 9 ഡിഗ്രി ഉള്ളതൊരു 6 ഡിഗ്രി ആയിരിക്കും. നോക്കാം. കാറ്റ് വരുമ്പോൾ എപ്പോഴും തണുപ്പ് കൂടും. അപ്പോൾ എപ്പോഴും നമ്മളിവിടെ നോക്കേണ്ട ശരിക്കും ഫീൽസ് ലൈക്ക് ആണ്. ഇപ്പം എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ള ഫീൽസ് ലൈക്ക് 2 കേട്ടോ. നമുക്ക് എന്ത് ചെയ്യണം? ഇരുട്ടുള്ള വഴി കൂടെ പോകണോ വെളിച്ചത്തൂടെ പോകണോ? വെളിച്ചത്തൂടെ പോവാ അല്ലേ? എന്തെങ്കിലും വാങ്ങാനുണ്ടോ?
ലൈറ്റൊന്നും ഇല്ല, അങ്ങോട്ട് ക്രോസ് ചെയ്യും. പച്ചക്കറി വലിച്ചുകൊണ്ടുപോകണുണ്ടോ കൊണ്ടുവരുന്നത്. നമുക്കൊരു 500 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണം. ഇപ്പം 126 ആയിട്ടുള്ളൂ. നമുക്ക് പ്രശ്നമില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ. ലൈക്കൊന്നും ചെയ്യണ്ട, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ മതി. നോട്ടിഫിക്കേഷൻ തന്നെ ഒന്നും ചെയ്യണ്ട. നമുക്ക് നിച്ചുവിനോടൊന്ന് പറയാം. നിച്ച ഓനെടുക്കട്ടെ. ഒരു 500 സബ്സ്ക്രൈബ് ഓരോരുത്തരുടെ മൊബൈലാക്കി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ചോദിച്ചോട്ടെ. നിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയൊരു പയ്യൻ കേട്ടോ. ഒരുപാട് ഇതാണ് ഇരുട്ട്. ലൈറ്റ് ഓൺ ചെയ്യാം. കൊടു ഇവിടെ വെള്ളോ അമോൺ ഡൂഡ്. ഫോൺ സ്ലോ ആയിട്ട്. നിക് ബ്ലോഗ്സ് ഉണ്ടോ? നിക് ബ്ലോഗ്സിൻ്റെ നമ്പറാണ്. നിക് ബ്ലോഗ്സിൻ്റെ എന്താ പേര്? നിഷാദ്. നിച്ചോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നീ ഓൺലൈനിൽ വരുമ്പോൾ ഒന്ന് അറിയിക്കട്ടോ. അപ്പോൾ ആരൊക്കെ അയച്ച മെസ്സേജ് ഉണ്ടോ? 100 മെസ്സേജ് നോക്കട്ടെ. 100 എങ്ങനെ എടുക്കല്ലേ? നമ്മൾ എത്താറായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ എത്തുന്നതാണ്. എത്തിയിട്ട് പിന്നെ തറാവിക്ക് പോയി വന്നിട്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. കമ്മ്യൂണിറ്റി സേഫ്റ്റി സോൺ. ഇതൊക്കെ മെമ്മറീസാണ് കേട്ടോ. അല്ലാതെ വീഡിയോ റീച്ചിനൊന്നും ഉണ്ടാക്കുന്നതല്ല. ജസ്റ്റ് ഷൂട്ട് ചെയ്തിടുക. യൂട്ടിലൈസേഷൻ, യൂട്യൂബും ഗോപ്രോ യൂട്ടിലൈസ് ചെയ്യുക, അത് ഉദ്ദേശമുള്ളൂ. ചാനലൊക്കെ വളർന്നിട്ട് എന്ത് ബുദ്ധിമുട്ടാണെന്നറിയാം. പക്ഷെ അതേ സമയത്ത് അർജുൻ മറ്റേ സർക്കാസ് എന്താ ചെയ്യുന്നവന് ഒറ്റ ദിവസം കൊണ്ട് എത്ര കയറിയില്ലേ? അതൊക്കെ അത്ഭുതമായിരിക്കും.
നമുക്ക് നിർത്തല്ലോ. കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് വന്ന് വെള്ളം ഫുള്ള് പോയോ? ഉണ്ടാവും, പക്ഷെ കുറേ ഉണങ്ങിപ്പോയ പോലെ തോന്നുന്നു. എവിടെ ഇപ്പം കൊണ്ടിട്ട് ദിവസം വണ്ടി അല്ല ഈ ഒരു സാധനം. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ ഒരു ചെറിയ സബ്സ്ക്രിപ്ഷൻ തന്നാൽ മതി. സബ്സ്ക്രൈബ്. ബൈ ബൈ.